Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. മൈ നെയിംസ് എറീക്ക. എൻ്റെ പേര് എറീക്ക എന്നാണ്. ഐ ആം ഓൾമോസ്റ്റ് 50 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് ഏതാണ്ട് 50 വയസ്സാണ് പ്രായം. മൈ ഹസ്ബൻഡ്സ് നെയിം ഈസ് ജെയിംസ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ജെയിംസ് എന്നാണ്. ഹീ ഈസ് 53 ഇയേഴ്സ് ഓൾഡ്. അദ്ദേഹത്തിന് 53 വയസ്സ് ആയിട്ടുണ്ട്. വി ഹാവ് ബീൻ മാരീഡ് ഫോർ 25 ഇയേഴ്സ്. 25 വർഷത്തോളമായിട്ട് ഞങ്ങൾ വിവാഹിതരാണ്. വി ഹാവ് 2 ചിൽഡ്രൻ. ഞങ്ങൾക്ക് 2 കുട്ടികൾ ഉണ്ട്. 1 സൺ ആൻഡ് 1 ഡോട്ടർ. ഒരു മകനും ഒരു മകളും. ഞങ്ങൾക്ക് 2 കുട്ടികൾ ഉണ്ട്. ദേ ആർ അഡൽട്ട്സ് നൗ. അവർ ഇപ്പോൾ പ്രായപൂർത്തിയായവരാണ്. ദേ ലീവ്. അവർ ജീവിക്കുന്നു ദെയർ ഓൺ ലൈഫ്സ്. അവർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നു. മൈ ഹസ്ബൻഡ് ഈസ് ലേസി. എൻ്റെ ഭർത്താവ് മടിയനാണ്. വെരി ലേസി. വളരെ മടിയുള്ളവനാണ്. ഹി സ്പെൻസ്. അദ്ദേഹം ചിലവഴിക്കുന്നു ഓൾ ഹിസ് ഫ്രീ ടൈം. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഒഴിവ് സമയവും അദ്ദേഹം ചിലവഴിക്കുന്നു ഓൺ ദ കൗച്ച്. കൗച്ച് എന്നാൽ ചെറുകട്ടിൽ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഒഴിവ് സമയവും കൗച്ചിൽ ഇരുന്ന് ചിലവഴിക്കുന്നു. ഹി വാച്ച് ടി വി. അദ്ദേഹം ടി വി കാണുന്നു. ഡ്രിങ്ക്സ് ആൽക്കഹോൾ. മദ്യം കുടിക്കുന്നു. ആൻഡ് സ്ലീപ്സ്. ഉറങ്ങുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് ഹിസ് ലൈഫ്. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഐ സംടൈംസ് കോൾ ഹിം. ഞാൻ അദ്ദേഹത്തെ ചില സമയങ്ങളിൽ വിളിക്കുന്നു എ കൗച്ച് പംകിൻ. പംകിൻ എന്നാൽ അർത്ഥം മത്തങ്ങ എന്നുള്ള അർത്ഥമാണ്. കൗച്ച് പംകിൻ എന്നാൽ അർത്ഥം ഇതിനർത്ഥം എപ്പോഴും സോഫയിൽ ഇരുന്ന് സമയം കളയുന്ന വ്യക്തി എന്നാണ് അർത്ഥം. അലസമായിട്ട് ജീവിതം നയിക്കുന്ന വ്യക്തി. കൗച്ച് പൊട്ടാറ്റോ ഇങ്ങനെയും പറയാറുണ്ട്. പൊട്ടാറ്റോ എന്നാൽ ഉരുളക്കിഴങ്ങ്. കൗച്ച് പൊട്ടാറ്റോ ഇതും ഇതേ അർത്ഥം തന്നെയാണ്. കൗച്ച് പംകിൻ എന്നുള്ള അർത്ഥമാണ്. ഹി നെവർ ഹെൽപ്സ് ഇൻ ദ ഹൗസ്. വീട്ടുജോലികളിൽ അദ്ദേഹം ഒരിക്കലും സഹായിക്കാറില്ല. ഹി നെവർ വാണ്ട്സ് ടു ഗോ ഫോർ എ വോക്ക്. അദ്ദേഹത്തിന് ഒരിക്കലും നടക്കാൻ പോകണമെന്ന് തോന്നാറില്ല. ഹി സേയ്സ്. അദ്ദേഹം പറയുന്നു ഐ ആം ടയേർഡ്. ഞാൻ ക്ഷീണിതനാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഐ നീഡ് ടു റെസ്റ്റ്. എനിക്ക് വിശ്രമിക്കണം. ലീവ് മീ അലോൺ. എന്നെ ശല്യപ്പെടുത്തരുത്. എന്നെ ഒറ്റയ്ക്ക് വിടൂ. ഇതൊക്കെയാണ് അർത്ഥം. എന്നെ വെറുതെ വിടൂ. ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹം ഇതാണ് പറയുന്നത്. ഞാൻ ക്ഷീണിതനാണ്. എനിക്ക് വിശ്രമിക്കണം. എന്നെ വെറുതെ വിടൂ. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഐ ഡു എവരിതിങ്. എല്ലാ ജോലികളും ഞാൻ ചെയ്യുന്നു. ഐ കുക്ക് ഡിന്നർ. ഞാൻ അത്താഴം പാചകം ചെയ്യുന്നു. ഐ ക്ലീൻ ദ ഹൗസ്. ഞാൻ വീട് വൃത്തിയാക്കുന്നു. ഐ വാഷ് ഡിഷസ്. ഞാൻ പാത്രങ്ങൾ കഴുകുന്നു. ഐ ഷോപ്പ്. ഞാൻ കടകളിൽ പോയി വസ്തുക്കൾ വാങ്ങുന്നു. ഐ ടേക്ക് കെയർ ഓഫ് ദ ചിൽഡ്രൻ. ഞാൻ കുട്ടികളെ പരിചരിക്കുന്നു. വി യൂസ് ടു ലവ് ഈച്ച് അതർ. ഈച്ച് അതർ എന്നാൽ പരസ്പരം. ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നു. ഇത് യൂസ്ഡ് ടു എന്നാണ് എഴുതുമെങ്കിലും യൂസ് ടു എന്നാണ് വായിക്കുക. ബട്ട് എന്നാൽ ദാറ്റ് വാസ് എ ലോങ് ടൈം അഗോ. എന്നാൽ അത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പായിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നു. നൗ ഇപ്പോൾ ദർ ഈസ് നോ ലവ്. ഇപ്പോൾ സ്നേഹമില്ല. നോ പാഷൻ. ഇപ്പോൾ കാമവികാരമില്ല. വി ലിവ് ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. ബിക്കോസ് ഓഫ് ഹാബിറ്റ്. ശീലമായതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത്. ഐ തോട്ട്. ഞാൻ കരുതി. വി വുഡ് ലിവ്. ഞങ്ങൾ ജീവിച്ചേക്കും. ലൈക്ക് ദിസ്. ഇതുപോലെ. ഫോർ അവർ എന്നാൽ എന്നെന്നും. ഞാൻ കരുതി ഞങ്ങൾ എന്നെന്നും ഇതുപോലെ ജീവിച്ചേക്കുമെന്ന്. ഐ തോട്ട്. ഞാൻ കരുതി. ഓക്കെ വി വിൽ ഗ്രോ ഓൾഡ്. ഹാവ് ഗ്രാൻഡ് ചിൽഡ്രൻ. സിറ്റ് ടുഗദർ ഇൻ ദ കിച്ചൺ. ഡ്രിങ്ക് ടീ ആൻഡ് വാച്ച് ടി വി. ബട്ട് ഐ വാസ് റോങ്. വി വിൽ ഗ്രോ ഓൾഡ്. ഞങ്ങൾക്ക് പ്രായമാകും. ഹാവ് ഗ്രാൻഡ് ചിൽഡ്രൻ. പേരക്കുട്ടികൾ ഉണ്ടാകും. സിറ്റ് ടുഗദർ ഇൻ ദ കിച്ചൺ. അടുക്കളയിൽ ഒരുമിച്ച് ഇരിക്കും. ഡ്രിങ്ക് ടീ. ചായ കുടിക്കും. ആൻഡ് വാച്ച് ടി വി. ടി വി കാണും. ഇതൊക്കെയായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഐ വാസ് റോങ്. പക്ഷേ എനിക്ക് തെറ്റുപറ്റിയതായിരുന്നു. വൺ സാറ്റർഡേ മോർണിംഗ്. ഒരു ദിവസം ശനിയാഴ്ച രാവിലെ. ഐ വാണ്ടഡ് ടു ഗോ ഷോപ്പിംഗ്. സാധനങ്ങൾ വാങ്ങാൻ എനിക്ക് കടയിലേക്ക് പോകണമായിരുന്നു. ഐ ഓപ്പൺ ദ ഡോർ. ഞാൻ വാതിൽ തുറന്നു. ദെൻ ഐ റിമെമ്പേർഡ്. ഞാൻ ഓർമ്മിച്ചു.
അപ്പോൾ ഞാൻ ഓർമ്മിച്ചു. മൈ കാർഡ് വാസ് ഇൻ അനദർ ജാക്കറ്റ്. അനദർ ജാക്കറ്റ് എന്നാൽ മറ്റൊരു ജാക്കറ്റ്. പിന്നീട് ഞാൻ ഓർമ്മിച്ചു, എൻ്റെ കാർഡ് മറ്റൊരു ജാക്കറ്റിലാണെന്ന് ഞാൻ ഓർമ്മിച്ചു. ഐ ക്ലോസ് ദ ഡോർ. ഞാൻ വാതിൽ അടച്ചു. ആൻഡ് സ്റ്റാർട്ടഡ് ടു സെർച്ച് മൈ പോക്കറ്റ്സ്. എൻ്റെ പോക്കറ്റുകളിൽ ഞാൻ തിരയാൻ തുടങ്ങി. ദെൻ പിന്നീട് ഐ ഹേർഡ്. ഞാൻ കേട്ടു. ഹിസ് വോയിസ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. ഫ്രം ദ ലിവിങ് റൂം. ലിവിങ് റൂമിൽ നിന്നും ഭർത്താവിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. യെസ്, അതെ. ഹണി, ഐ ആം ലിസണിങ് ടു യു. ഞാൻ നിന്നെ കേൾക്കുന്നുണ്ട്. ഐ ഫ്രോസ്. ഞാൻ മരവിച്ചു നിന്നു. മൈ ഹാർട്ട് ബീറ്റ് വെരി ഫാസ്റ്റ്. എൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു. മൈ ഹാൻഡ്സ് ബിഗാൻ ടു ഷെയ്ക്ക്. എൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ബിഗാൻ എന്ന് വെച്ചാൽ തുടങ്ങി. ടു ഷെയ്ക്ക് എന്നാൽ വിറയ്ക്കാൻ. ഐ വിസ്പേർഡ് ടു മൈസെൽഫ്. വിസ്പർ എന്നാൽ മന്ത്രിക്കുക. ഞാൻ എന്നോട് തന്നെ പതുക്കെ പറഞ്ഞു. ഹണി, ഹി നെവർ കോൾസ് മീ ഹണി. അദ്ദേഹം ഒരിക്കലും എന്നെ ഹണി എന്ന് വിളിച്ചിട്ടില്ല. നെവർ, ഒരിക്കലും വിളിച്ചിട്ടില്ല. ഐ ഹേറ്റ് ദീസ് നെയിംസ്. ഈ പേരുകൾ എനിക്ക് വെറുപ്പാണ്. ഹണി, ബണി, കിറ്റി, ബേബി ആൻഡ് സോ ഓൺ. ബണി എന്നാൽ അർത്ഥം മുയൽ കുഞ്ഞ് എന്നുള്ള അർത്ഥമാണ്. ഹണി എന്നാൽ ഓമന എന്നുള്ള അർത്ഥമാണ്. കിറ്റി എന്നാൽ പൂച്ചക്കുട്ടി എന്നുള്ള അർത്ഥമാണ്. പൂച്ചയെയോ അല്ലെങ്കിൽ പൂച്ചക്കുട്ടിയെയോ വിളിക്കുന്ന ചെല്ലപ്പേര് ഇതാണ്. ആൻഡ് സോ ഓൺ എന്നാൽ അങ്ങനെയുള്ള എന്നുള്ള അർത്ഥമാണ്. അങ്ങനെയുള്ള പേരുകൾ, ഈ പറഞ്ഞിട്ടുള്ള പേരുകൾ ഇതുവരെ അദ്ദേഹം എന്നെ വിളിച്ചിട്ടില്ല. ഈ പേരുകൾ ഞാൻ വെറുക്കുന്നു. ഹി നെവർ യൂസ്ഡ്. അദ്ദേഹം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. ദം, അവകൾ, അങ്ങനെയുള്ള പേരുകൾ. വിത്ത് മീ. എന്നെ വിളിക്കാൻ അദ്ദേഹം ഒരിക്കലും അങ്ങനെയുള്ള പേരുകൾ ഉപയോഗിച്ചിട്ടില്ല. ഐ പ്രസ്ഡ്. ഞാൻ ചേർത്തു വച്ചു. മൈ ബാക്ക്. എൻ്റെ പിറകുവശം ഞാൻ ചേർത്തു വച്ചു. ടു ദ വാൾ. വാൾ എന്നാൽ ചുമർ. ചുമരിനോട് ഞാൻ എൻ്റെ പുറകുവശം ചേർത്തു വച്ചു. ആൻഡ് ലിസൺഡ്. എന്നിട്ട് ഞാൻ കേട്ടു. ഞാൻ ചുമരിനോട് പുറം ചേർത്തു വച്ച് ശ്രദ്ധയോടെ കേട്ടുനിന്നു. മൈ ഹസ്ബൻഡ് സ്മൈൽഡ് ആൻഡ് സെഡ്. എൻ്റെ ഭർത്താവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. യെസ് ഡാർലിംഗ്, ടുമോറോ ഈവനിങ്. നാളെ വൈകുന്നേരം. ഐ മിസ് യു ടു. ഇങ്ങനെയൊക്കെ ഭർത്താവ് പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ഐ കുഡ് നോട്ട് ബ്രീത്ത്. ബ്രീത്ത് എന്നാൽ ശ്വസിക്കുക. എനിക്ക് ശ്വസിക്കാൻ സാധിച്ചില്ല. ഐ ഓൾമോസ്റ്റ് ഡ്രോപ്ഡ് മൈ ജാക്കറ്റ്. എൻ്റെ ജാക്കറ്റ് ഏതാണ്ട് താഴെ പോയിരുന്നു. മൈ സ്റ്റൊമക്ക് ഹേർട്ട്. സ്റ്റൊമക്ക് എന്നാൽ ഉദരം, വയർ. എൻ്റെ വയർ വേദനിച്ചു. ഐ തോട്ട്. ഞാൻ കരുതി. ഹി ഹാസ് എ വുമൺ. അദ്ദേഹത്തിന് ഒരു സ്ത്രീയുണ്ട്. ഹി ഹാസ് എ മിസ്ട്രസ്. മിസ്ട്രസ് എന്നാൽ വെപ്പാട്ടി എന്നുള്ള അർത്ഥം. അദ്ദേഹത്തിന് ഒരു വെപ്പാട്ടിയുണ്ട്. ബട്ട് ഹൗ. പക്ഷെ എങ്ങനെ സംഭവിച്ചു? ഹീ ഈസ് ടു ലേസി ടു ഗോ ഔട്ട്. പുറത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് ഭയങ്കര മടിയാണ്. പിന്നെ എങ്ങനെ? വെൻ ഹി ഫിനിഷ്ഡ് ദ കോൾ. അദ്ദേഹം ഫോൺ വിളി പൂർത്തീകരിച്ചപ്പോൾ. ഐ വോക്ക്ഡ് ഇൻ ടു ദ ലിവിങ് റൂം. ഞാൻ സ്വീകരണ മുറിയിലേക്ക് പോയി. ഹി വാസ് സ്റ്റിൽ ഹോൾഡിംഗ് ദ ഫോൺ. അപ്പോഴും അദ്ദേഹം ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഹി ലുക്ക്ഡ് സർപ്രൈസ്ഡ്. അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. അദ്ദേഹത്തെ ആശ്ചര്യപ്പെട്ടവനായി കാണപ്പെട്ടു. ഐ ആസ്ക്ഡ് ഹിം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഹു ഈസ് ദിസ് ഹണി. ഈ ഹണി ആരാണ്? ഹി വെൻ പെയിൽ. പെയിൽ എന്നാൽ വിളറിയ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം വിളറിപ്പോയി. ഹി ഓപ്പൺഡ് ഹിസ് മൗത്ത് ബട്ട് സെഡ് നത്തിങ്. അദ്ദേഹത്തിൻ്റെ വായ തുറന്നു, പക്ഷേ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ദെൻ ഹി സെഡ്. ശേഷം അദ്ദേഹം പറഞ്ഞു. ഷീസ് മൈ വുമൺ. അവൾ എൻ്റെ സ്ത്രീയാണ്. മൈ ഹാർട്ട് ബ്രോക്ക്. എൻ്റെ ഹൃദയം തകർന്നു. ഐ സ്റ്റെയേർഡ് അറ്റ് ഹിം. ഞാൻ അദ്ദേഹത്തെ തുറിച്ചു നോക്കി. സ്റ്റെയർ എന്നാൽ തുറിച്ചു നോക്കുക. ഐ സ്റ്റെയേർഡ് അറ്റ് ഹിം. ഞാൻ അദ്ദേഹത്തെ തുറിച്ചു നോക്കി. മൈ വോയിസ് വാസ് ലൗഡ്. എൻ്റെ ശബ്ദം ഉച്ചത്തിലായി. യുവർ വുമൺ. നിങ്ങളുടെ സ്ത്രീ. യു മീൻ യുവർ മിസ്ട്രസ്. നിങ്ങൾ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ വെപ്പാട്ടിയാണെന്നാണ്. ഹി നോഡഡ്. അദ്ദേഹം തല കുലുക്കി. യെസ്, അതെ. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. സംടൈംസ് ഐ സീ ഹർ. ഞാൻ ചിലപ്പോഴൊക്കെ അവളെ കാണാറുണ്ട്. ഐ ലാഫ്ഡ്. ഞാൻ ചിരിച്ചു. ബട്ട് ഇറ്റ് വാസ് എ സാഡ് ലാഫ്. സാഡ് എന്നാൽ ദുഃഖകരമായ. പക്ഷേ അത് സങ്കടം കൊണ്ടുള്ള ഒരു പൊട്ടിച്ചിരിയായിരുന്നു. യു കാനോട്ട് ഫിക്സ് എ ഷെൽഫ്. നിങ്ങൾക്കൊരു അലമാരത്തട്ട് നന്നാക്കാൻ പോലും സാധിക്കുകയില്ല. ഫിക്സ് എന്നാൽ ശരിയാക്കുക.
യു cannot walk to the store ആൻഡ് യു can meet a mistress. യു cannot walk to the store. കടയിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ആൻഡ് യു can meet a mistress. ഒരു വെപ്പാട്ടിയെ കാണാൻ പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഹൗ ഈസ് ദിസ് പോസിബിൾ? ഇത് എങ്ങനെ സാധ്യമാകുന്നു? ഹി സ്മൈൽഡ് ആൻഡ് സെഡ്. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഷീ മേക്സ് മീ ഫീൽ അലൈവ്. അവൾ കാരണം എനിക്ക് ജീവിതത്തിന് ഒരു പുതുജീവൻ ലഭിച്ചതുപോലെ തോന്നുന്നു. ഐ ഫെൽറ്റ് പെയിൻ ഇൻ മൈ ചെസ്റ്റ്. എനിക്ക് നെഞ്ചിൽ വേദന തോന്നി. ഫെൽറ്റ് എന്നാൽ തോന്നി. ടിയേഴ്സ് കെയിം ടു മൈ ഐസ്. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അലൈവ് ഐ സെഡ്. ഞാൻ പറഞ്ഞു. അലൈവ് ഐ ഗേവ് യു 25 years ഓഫ് മൈ ലൈഫ്. ഐ ഗേവ് യു ഞാൻ നിങ്ങൾക്ക് നൽകി 25 years ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ 25 വർഷം ഞാൻ നിങ്ങൾക്ക് നൽകി. ഐ കുക്ക്ഡ് ഫോർ യു ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് നൽകി. ഐ വാഷ്ഡ് ഫോർ യു ഞാൻ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ അലക്കി തന്നു. ഐ റേസ്ഡ് യുവർ ചിൽഡ്രൻ ഞാൻ നിങ്ങളുടെ കുട്ടികളെ വളർത്തി. റേസ് എന്നാൽ വളർത്തുക. റേസ്ഡ് വളർത്തി. ആൻഡ് നൗ യു നീഡ് അനദർ വുമൺ ടു ഫീൽ അലൈവ്. ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷവും ഉത്സാഹവും ലഭിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ത്രീ വേണം, അല്ലേ? ഹി ലുക്ക്ഡ് അവേ. അദ്ദേഹം മുഖം തിരിച്ചു. ഐ എം സോറി എനിക്ക് മാപ്പ് എറീക്ക. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. ഐ വൈപ്ഡ് മൈ ടിയേഴ്സ്. വൈപ്പ് എന്നാൽ തുടയ്ക്കുക. വൈപ്ഡ് തുടച്ചു. ഐ വൈപ്ഡ് മൈ ടിയേഴ്സ് ഞാൻ എൻ്റെ കണ്ണുനീർ തുടച്ചു. കോൾ യുവർ ഹണി നിങ്ങളുടെ ഹണിയെ വിളിക്കുക. ഐ സെഡ്. ഞാൻ പറഞ്ഞു. ടെൽ ഹർ അവളോട് പറയൂ. യു ആർ കമ്മിങ് ടുഡേ ഇന്ന് നിങ്ങൾ വരുന്നുണ്ടെന്ന് അവളോട് പറയൂ. നോട്ട് ടുമോറോ നാളെയല്ല. ടുഡേ ഇന്ന് തന്നെ നിങ്ങൾ വരുന്നുണ്ടെന്ന് അവളോട് പറയൂ. അവളെ വിളിക്കൂ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണുനീർ തുടച്ചു. ഹീ ലുക്ക്ഡ് ഷോക്ക്ഡ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞെട്ടൽ പ്രകടമായിരുന്നു. വാട്ട് എന്ത്? ടുഡേ ഇന്ന് തന്നെയോ? ഹീ സെഡ്. അദ്ദേഹം പറഞ്ഞു. ഐ സെഡ് ലൗഡ്ലി ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു. യെസ് അതെ. ഗോ ടു ഹർ അവളുടെ അടുത്തേക്ക് പോകൂ. റൺ ജംപ് ക്രോൾ. ക്രോൾ എന്നാൽ ഇഴയുക. ജമ്പ് എന്നാൽ ചാടുക. റൺ എന്നാൽ ഓടുക. ഐ ഡോണ്ട് കെയർ ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ അത് ശ്രദ്ധിക്കുന്നില്ല. ജസ്റ്റ് ഗോ പോകൂ. ഐ ഡോണ്ട് വാണ്ട് യു ഹിയർ എനിക്ക് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട. ഞാൻ ഉറക്കെ പറഞ്ഞു. അതെ അവളുടെ അടുത്തേക്ക് പോ. ഓടിയോ ചാടിയോ ഇഴഞ്ഞോ എങ്ങനെയെങ്കിലും പോ. എനിക്ക് അതൊന്നും കാര്യമല്ല. എനിക്ക് നിന്നെ ഇവിടെ കാണേണ്ട. ഹി സാറ്റ് ഓൺ ദ കൗച്ച് ആൻഡ് ഡിഡ് നോട്ട് മൂവ്. അദ്ദേഹം കൗച്ചിൽ ഇരുന്നു. അദ്ദേഹം അനങ്ങിയില്ല. ഹിസ് ഫേസ് വാസ് സാഡ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദുഃഖം പ്രകടമായിരുന്നു. പക്ഷേ ദിസ് ഈസ് മൈ ഹോം എറീക്ക ഇത് എൻ്റെ വീടാണ്. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. ഐ ഷുക്ക് മൈ ഹെഡ് ഞാൻ എൻ്റെ തല കുലുക്കി. നോട്ട് എനി മോർ ഐ സെഡ്. ഞാൻ പറഞ്ഞു. യു ഡിസ്ട്രോയിഡ് ഇറ്റ്. ഡിസ്ട്രോയ് എന്നാൽ നശിപ്പിക്കുക. നിങ്ങൾ ഇത് നശിപ്പിച്ചു. ഗോ ടു യുവർ മിസ്ട്രസ് നിങ്ങളുടെ വെപ്പാട്ടിയുടെ അടുത്തേക്ക് പോകുക. ഐ നീഡ് ടു തിങ്ക് അബൌട്ട് മൈ ലൈഫ് എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. ഞാൻ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു. ഇനി അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു. നീ എൻ്റെ മനസ്സ് തകർത്തു. നിൻ്റെ കാമുകിയുടെ അടുത്തേക്ക് പോ. ഇനി എനിക്ക് എൻ്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. ഞാൻ പറഞ്ഞു. ഹി ടുക്ക് അദ്ദേഹം എടുത്തു. ഹിസ് വാലറ്റ് അദ്ദേഹത്തിൻ്റെ പണസഞ്ചി എടുത്തു. ആൻഡ് കാർ കീസ് കാറിൻ്റെ താക്കോലുകളും അതുപോലെ അദ്ദേഹത്തിൻ്റെ പണസഞ്ചിയും അദ്ദേഹം എടുത്തു. ഹി ലുക്ക്ഡ് അറ്റ് മീ വൺ ലാസ്റ്റ് ടൈം അദ്ദേഹം അവസാനമായി ഒരിക്കൽ കൂടി എന്നെ നോക്കി. പ്ലീസ് എറീക്ക ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. ഐ ആം സോറി എനിക്ക് മാപ്പ്. പ്ലീസ് ഫോർഗിവ് മീ ദയവായി എനിക്ക് മാപ്പ് നൽകൂ. അദ്ദേഹം പറഞ്ഞു. ഐ ഡിഡ് നോട്ട് ലുക്ക് അറ്റ് ഹിം ഞാൻ അദ്ദേഹത്തെ നോക്കിയില്ല. ഐ സെഡ് നത്തിങ് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഹി സ്ലോലി ലെഫ്റ്റ് ദ ഹൗസ് അദ്ദേഹം സാവധാനം വീട്ടിൽ നിന്നും പോയി. ഐ സാറ്റ് ഡൗൺ അറ്റ് ദ ടേബിൾ ഞാൻ ടേബിളിൽ ഇരുന്നു. ഐ പുട്ട് മൈ ഹാൻഡ്സ് ഓൺ മൈ ഫേസ് ആൻഡ് ക്രൈഡ്. ഐ പുട്ട് മൈ ഹാൻഡ്സ് ഓൺ മൈ ഫേസ് ഞാൻ എൻ്റെ കൈകൾ എൻ്റെ മുഖത്ത് വച്ചു. ആൻഡ് ക്രൈഡ് എന്നിട്ട് ഞാൻ കരഞ്ഞു. ഐ ഫെൽറ്റ് സാഡ് എനിക്ക് ദുഃഖം തോന്നി. ഐ ഫെൽറ്റ് ഹേർട്ട് എനിക്ക് വേദന തോന്നി. ഐ സെഡ് ടു മൈസെൽഫ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. 25 years ആൻഡ് നൗ ദിസ് 25 വർഷത്തോളമായി ഇപ്പോൾ ഇങ്ങനെ. വാട്ട് വിൽ ഐ ഡു ഞാൻ എന്ത് ചെയ്യും? ഹൗ വിൽ ഐ ലീവ് ഞാൻ എങ്ങനെ ജീവിക്കും? ഐ ലുക്ക്ഡ് അറ്റ് ദ എംപ്റ്റി കൗച്ച് ഞാൻ ആ ശൂന്യമായ കൗച്ചിലേക്ക് ഞാൻ നോക്കി. ഇറ്റ് ഫെൽറ്റ് സ്ട്രേഞ്ച് അത് വിചിത്രമായി തോന്നി.
ഫോർ മെനി ഇയേഴ്സ് ഒരുപാട് വർഷങ്ങളോളം. ഹി വാസ് ഓൾവേസ് ദർ അദ്ദേഹം എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. നൗ ഇറ്റ് വാസ് എംപ്റ്റി ഇപ്പോൾ അത് ശൂന്യമാണ്. ഐ റിമെമ്പേർഡ് ഞാൻ ഓർമ്മിച്ചു. വെൻ അവർ ചിൽഡ്രൻ വേർ സ്മോൾ ഞങ്ങളുടെ കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ ഞാൻ അത് ഓർമ്മിച്ചു. ആ സമയം ഞാൻ ഓർമ്മിച്ചു. വി വേർ യങ് ഞങ്ങൾക്ക് ചെറുപ്പമായിരുന്നു. വി ലാഫ്ഡ് ഞങ്ങൾ ചിരിച്ചു. വി മെയ്ഡ് പ്ലാൻസ് ഞങ്ങൾ പദ്ധതികൾ രൂപീകരിച്ചു. ആൻഡ് നൗ നത്തിങ് ഇപ്പോൾ ഒന്നുമില്ല. ജസ്റ്റ് ബിട്രയൽ വഞ്ചന മാത്രം. ബിട്രയൽ എന്നാൽ വഞ്ചന എന്നുള്ള അർത്ഥമാണ്. ബട്ട് ദെൻ എന്നാൽ പിന്നീട് ഐ ഫെൽറ്റ് എനിക്ക് തോന്നി സംതിങ് ന്യൂ ഇൻസൈഡ് മീ പുതിയതായി എന്തോ എന്ന് എൻ്റെ മനസ്സിനുള്ളിൽ അനുഭവപ്പെട്ടു. എ ലിറ്റിൽ കറേജ് അല്പം ധൈര്യം എനിക്ക് മനസ്സിൽ തോന്നി. ഐ സെഡ് ടു മൈസെൽഫ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഐ വിൽ ഡിവോഴ്സ് ഹിം ഞാൻ അവനെ വിവാഹമോചനം ചെയ്യും. ഐ വിൽ നോട്ട് ലിവ് ഞാൻ ജീവിക്കുകയില്ല വിത്ത് എ ചീറ്റർ എന്നാൽ വഞ്ചകൻ. ഒരു വഞ്ചകൻ്റെ കൂടെ ഞാൻ ജീവിക്കുകയില്ല. ഐ വിൽ ബി ഫ്രീ ഞാൻ സ്വതന്ത്രയാകും. ഐ വിൽ സ്റ്റാർട്ട് അഗെയിൻ ഞാൻ വീണ്ടും ഒരു പുതിയ ജീവിതം ആരംഭിക്കും. ഐ ടുക്ക് എ ഡീപ്പ് ബ്രത്ത് ഞാൻ ഒരു ദീർഘശ്വാസം എടുത്തു. മൈ ഐസ് വെർ ഫുൾ ഓഫ് ടീയേഴ്സ് എൻ്റെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. ബട്ട് ഐ ഫെൽറ്റ് സ്ട്രോങ്ങർ പക്ഷെ എനിക്ക് കൂടുതൽ ധൈര്യം കിട്ടിയതുപോലെ തോന്നി. ദ നെക്സ്റ്റ് മോർണിംഗ് അടുത്ത ദിവസം രാവിലെ ഐ കോൾഡ് മൈ ഡോട്ടർ ഞാൻ എൻ്റെ മകളെ വിളിച്ചു. മൈ വോയിസ് ഷുക്ക് എൻ്റെ ശബ്ദം ഇടറി. ഐ ടോൾഡ് ഹെർ എവരിതിങ് ഞാൻ അവളോട് എല്ലാം പറഞ്ഞു. ഷീ സെഡ് അവൾ പറഞ്ഞു. മദർ അമ്മേ യു ആർ സ്ട്രോങ് നിങ്ങൾ മനക്കരുത്തുള്ളവളാണ്. യു ക്യാൻ ലീവ് ഹിം നിങ്ങൾക്ക് അദ്ദേഹത്തെ ഉപേക്ഷിക്കാം. യു ഡു നോട്ട് നീഡ് എ മാൻ ലൈക്ക് ദിസ് ഇതുപോലത്തെ ഒരു പുരുഷനെ നിങ്ങൾക്ക് ആവശ്യമില്ല. വി ലവ് യു ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ഹെർ വേർഡ്സ് ഗേവ് മീ കറേജ് അവളുടെ വാക്കുകൾ എനിക്ക് ധൈര്യം നൽകി. ദാറ്റ് ആഫ്റ്റർനൂൺ അന്ന് ഉച്ചതിരിഞ്ഞ് ഐ സോ ദ മിസ്ട്രസ് ഔട്ട്സൈഡ് അവർ ഹോം ഞങ്ങളുടെ വീടിന് പുറത്ത് അദ്ദേഹത്തിൻ്റെ കാമുകിയെ ഞാൻ കണ്ടു. ഷീ കെയിം ടു ടോക്ക് ടു മൈ ഹസ്ബൻഡ് എൻ്റെ ഭർത്താവിനോട് സംസാരിക്കാൻ അവൾ വന്നു. മൈ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് എൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു. മൈ ഹാൻഡ് ഷുക്ക് എൻ്റെ കൈകൾ വിറച്ചു. ഐ വാണ്ടഡ് ടു സ്ക്രീം എനിക്ക് അലറിക്കരയണമായിരുന്നു. ബട്ട് ഐ സ്റ്റേഡ് കാം പക്ഷെ ഞാൻ നിശബ്ദമായി നിന്നു. ഐ സെഡ് ഞാൻ പറഞ്ഞു. ലീവ് മൈ ഹസ്ബൻഡ് എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കൂ. ഹീ ഈസ് മാരീഡ് ടു മീ അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഡു നോട്ട് സീ ഹിം അഗെയിൻ അദ്ദേഹത്തെ വീണ്ടും കാണരുത്. ഷീ ലുക്ക് സർപ്രൈസ്ഡ് അവളുടെ മുഖത്ത് ആശ്ചര്യം പ്രകടമായിരുന്നു. ഷീ സെഡ് നത്തിങ് അവൾ ഒന്നും പറഞ്ഞില്ല. ഷീ വോക്ക്ഡ് അവേ അവൾ നടന്നുപോയി. മൈ ഹസ്ബൻഡ് ട്രൈ ടു എക്സ്പ്ലെയിൻ എൻ്റെ ഭർത്താവ് വിശദീകരിക്കാൻ ശ്രമിച്ചു. ഐ ഇഗ്നോർഡ് ഹിം ഞാൻ അദ്ദേഹത്തെ അവഗണിച്ചു. ഐ വാസ് വെരി ആംഗ്രി ഞാൻ അതിയായ ദേഷ്യത്തിലായിരുന്നു. ദാറ്റ് ഈവനിങ് അന്ന് വൈകുന്നേരം വി ആർഗ്യൂഡ് ഞങ്ങൾ വഴക്കിലേർപ്പെട്ടു. ഐ സെഡ് ഞാൻ പറഞ്ഞു. യു വേസ്റ്റ് യുവർ ലൈഫ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കുന്നു. യു ആർ ലേസി നിങ്ങൾ മടിയനാണ്. യു ചീറ്റ് ഓൺ മീ നിങ്ങൾ എന്നെ വഞ്ചിക്കുന്നു. ഐ കനോട്ട് ബിലീവ് ദിസ് എനിക്ക് ഇത് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. ഹി സെഡ് ക്വയറ്റ്ലി അദ്ദേഹം നിശബ്ദമായിക്കൊണ്ട് പറഞ്ഞു. ഐ ആം സോറി എനിക്ക് മാപ്പ്. ഐ ഷൗട്ടഡ് ഞാൻ ആക്രോശിച്ചു. സോറി ഡസ് നോട്ട് ഫിക്സ് എവരിതിങ് സോറി എല്ലാം ശരിപ്പെടുത്തുന്നില്ല. യു ബിട്രേഡ് മീ ഫോർ ഇയേഴ്സ് വർഷങ്ങളോളം നിങ്ങൾ എന്നെ വഞ്ചിച്ചു. യു ആർ സെൽഫിഷ് നിങ്ങൾ സ്വന്തം കാര്യം നോക്കുന്ന വ്യക്തിയാണ്. യു ആർ നോട്ട് എ ഗുഡ് ഹസ്ബൻഡ് നിങ്ങൾ ഒരു നല്ല ഭർത്താവല്ല. ഹീ സെഡ് നത്തിങ് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഐ ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് ക്രൈഡ് ഞാൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് കരഞ്ഞു. ഐ ക്രൈഡ് ഫോർ ദ ലോസ്റ്റ് ഇയേഴ്സ് ഫോർ ബ്രോക്കൺ ട്രസ്റ്റ് ഫോർ ദ മാൻ ഐ ലവ്ഡ് വൺസ് നഷ്ടപ്പെട്ടുപോയ വർഷങ്ങളോർത്ത് തകർന്ന വിശ്വാസമോർത്ത് ഒരിക്കൽ ഞാൻ സ്നേഹിച്ച ആ മനുഷ്യനെ ഓർത്ത് ഞാൻ കരഞ്ഞു. ഐ ലിവ്ഡ് ഇൻ ദ സെയിം ഹൗസ് ആസ് മൈ ഹസ്ബൻഡ് ബിക്കോസ് ഐ ഹാഡ് നോവെർ ടു ഗോ എനിക്ക് പോകാൻ വേറെയൊരു സ്ഥലമില്ലാത്തതിനാൽ ഞാൻ ഭർത്താവിനോടൊപ്പം അതേ വീട്ടിൽ ജീവിച്ചു. ബോത്ത് മൈ ചിൽഡ്രൻ വെർ മാരീഡ് എൻ്റെ 2 കുട്ടികളും വിവാഹിതരാണ്. ബോത്ത് എന്നാൽ 2 പേരും.
ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ട്രബിൾ ദം. അവരെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. മൈ ഹസ്ബൻഡ് സെഡ് സോറി മെനി ടൈംസ്. എൻ്റെ ഭർത്താവ് ഒരുപാട് തവണ മാപ്പ് പറഞ്ഞു. പക്ഷേ ഐ ഡിഡ് നോട്ട് ഫോർഗിവ് ഹിം. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് മാപ്പ് നൽകിയില്ല. ഹി ഡിഡ് നോട്ട് റെസ്പെക്ട് ദ വുമൺ ഹൂ ഗേവ് 25 years ഓഫ് ഹെർ ലൈഫ് ടു ഹിം. തൻ്റെ ജീവിതത്തിലെ 25 വർഷങ്ങൾ അവനു വേണ്ടി സമർപ്പിച്ച സ്ത്രീയെ അദ്ദേഹം ബഹുമാനിച്ചിട്ടില്ല. ഐ കോൾഡ് എ ലോയർ. ഞാൻ ഒരു അഭിഭാഷകനെ വിളിച്ചു. ഐ ലേൺഡ് അബൌട്ട് ഡിവോഴ്സ്. വിവാഹമോചനത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു. ഐ ലേൺഡ് അബൌട്ട് ഡിവൈഡിങ് പ്രോപ്പർട്ടി. സ്വത്ത് എങ്ങനെ പങ്കിടാമെന്ന് ഞാൻ പഠിച്ചു. മൈ ഹാർട്ട് വാസ് നെർവസ്. എൻ്റെ ഹൃദയം ഭയം കൊണ്ട് ഇടിച്ചു. എൻ്റെ കൈകൾ വിറച്ചു. പക്ഷേ ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. മൈ ഹാൻഡ് ഷുക്ക്. എന്നാൽ എൻ്റെ കൈകൾ വിറച്ചു. ബട്ട് ഐ ന്യൂ ഐ മസ്റ്റ് ഡു ഇറ്റ്. ഞാൻ തീർച്ചയായും ഇത് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. ദി ഈവനിങ് ബിഫോർ ദ ഡിവോഴ്സ്. അന്ന് വൈകുന്നേരം വിവാഹമോചനത്തിന് മുമ്പായി ഐ സാറ്റ് അലോൺ വിത്ത് ടീ. ഞാൻ ഒരു ചായയുമായി തനിച്ച് ഇരുന്നു. വിവാഹമോചനത്തിന് മുമ്പുള്ള അന്ന് ആ വൈകുന്നേരം ഒരു കപ്പ് ചായയുമായി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നു. ഐ ലുക്ക്ഡ് അറ്റ് ദ ഹൗസ്. ഞാൻ വീട്ടിലേക്ക് നോക്കി. എവറിത്തിങ് സീംഡ് ഡിഫറെൻറ്റ്. ചുറ്റുമുള്ള എല്ലാം വ്യത്യസ്തമായി തോന്നി. ദ ടി വി, ദ കൗച്ച്, ദ ക്വയറ്റ് റൂംസ്. ദേ റിമൈൻഡഡ് മീ. അവകൾ എന്നെ ഓർമ്മിപ്പിച്ചു. ഓഫ് ഓൾ ദ ഇയേഴ്സ് ഐ സ്പെൻഡ് കെയറിങ് ഫോർ എവരി വൺ എൽസ്. മറ്റുള്ളവരെയെല്ലാം പരിചരിച്ചുകൊണ്ട് ഞാൻ ചിലവഴിച്ച വർഷങ്ങളെയെല്ലാം അവകൾ എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. നൗ ഐ റിയലൈസ്ഡ് ഇറ്റ് ഈസ് മൈ ടൈം. ഇത് ഇപ്പോൾ എൻ്റെ സമയമാണെന്ന് എനിക്ക് ബോധ്യമായി. ഐ ക്യാൻ ലിവ് ഫോർ മൈ സെൽഫ്. എനിക്ക് ഇനി എനിക്ക് വേണ്ടി ജീവിക്കാം. ഐ ക്യാൻ ഡു വാട്ട് ഐ വാണ്ട്. എനിക്ക് എന്താണോ ചെയ്യേണ്ടത് അത് എനിക്ക് ചെയ്യാം. ഐ ക്യാൻ ബി ഹാപ്പി. എനിക്ക് സന്തോഷിക്കാം. ഐ ക്യാൻ മീറ്റ് ന്യൂ പീപ്പിൾ. പുതിയ ആളുകളെ എനിക്ക് കണ്ടുമുട്ടാം. ഐ ക്യാൻ ട്രാവൽ. എനിക്ക് യാത്ര ചെയ്യാം. ഐ വിൽ എൻജോയ് മൈ ലൈഫ്. എൻ്റെ ജീവിതം ഞാൻ ആസ്വദിക്കും. ഐ വിൽ നോട്ട് ബി അഫ്രെയ്ഡ് ടു ലവ് അഗെയിൻ. ഇനി വീണ്ടും സ്നേഹിക്കാൻ ഞാൻ ഭയപ്പെടില്ല. ഈവൻ ദോ ഐ ഫീൽ സാഡ് ആൻഡ് ലോൺലി സംടൈംസ്. ഈവൻ ദോ എന്നാൽ എങ്കിലും ചില സമയങ്ങളിൽ എനിക്ക് ദുഃഖവും ഏകാന്തതയും അനുഭവപ്പെടുന്നു. ഐ ഓൾസോ ഫീൽ ഹോപ്പ്. എനിക്ക് പ്രതീക്ഷയും തോന്നുന്നു. ലൈഫ് ഈസ് നോട്ട് ഓവർ. ജീവിതം അവസാനിച്ചിട്ടില്ല. ഐ ക്യാൻ ലവ് മൈ സെൽഫ്. എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ കഴിയും. ഐ ക്യാൻ ലിവ് അഗെയിൻ. എനിക്ക് വീണ്ടും ജീവിക്കാൻ കഴിയും. ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട് ഫ്രഷ് ആൻഡ് ബി ഹാപ്പി ഓൺ യുവർ ഓൺ. പുതുതായി ജീവിതം ആരംഭിക്കാനും സ്വന്തം കരുത്തിൽ സന്തോഷത്തോടെ ജീവിക്കാനും ഒരിക്കലും വൈകിപ്പോയിട്ടില്ല. ഇഫ് യു വേർ ഇൻ എറീക്കാസ് പ്ലേസ്. എറീക്കയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ, അതാണ് ഇഫ് യു വേർ ഇൻ എറീക്കാസ് പ്ലേസ്. എറീക്കയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ വാട്ട് വുഡ് യു ഡു. നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? വുഡ് യു ഫോർഗിവ് യുവർ ഹസ്ബൻഡ് ആൻഡ് ലീവ് വിത്ത് ഹിം. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് മാപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് കൂടെ ജീവിച്ചേക്കുമായിരുന്നോ? ഓർ വുഡ് യു ലീവ് ഹിം. നിങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിക്കുമായിരുന്നോ? അതല്ല, നിങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിക്കുമായിരുന്നോ? ലൈക്ക് എറീക്ക ഡിഡ്. എറീക്ക ചെയ്ത പോലെ. നിങ്ങൾ എറീക്കയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങളുടെ ഭർത്താവിന് മാപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ നിങ്ങൾ ജീവിക്കുമായിരുന്നോ? അതല്ല, എറീക്ക ചെയ്ത പോലെ അദ്ദേഹത്തെ വിട്ടുപോകുമായിരുന്നോ? ടെൽ യുവർ ആൻസേഴ്സ്. നിങ്ങളുടെ ഉത്തരങ്ങൾ പറയുക. ഇൻ ദ കൊമെൻറ്റ്സ് ബിലോ. നിങ്ങളുടെ മറുപടി എന്താണ് എന്നുള്ളത് കൊമെൻറ്റിൽ അറിയിക്കുക.